നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും MLA-മാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് മന്ത്രിയായിട്ടുള്ള AP അനിൽകുമാറിൻ്റെ മകൻ്റെ വിവാഹമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുവിധം എല്ലാ നേതാക്കളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വിവാഹത്തിന് പങ്കെടുക്കുക എന്നതിലുപരി ഒരുവിധം എല്ലാ നേതാക്കളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി VD സതീശനും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം അവിടെ വന്നിട്ടുള്ള ഭക്തരോടൊക്കെ തന്നെ സംസാരിക്കുന്നതും നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും അദ്ദേഹത്തെ ഹസ്തദാനമൊക്കെ നൽകുന്ന കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലീഡർ K കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ദർശനം നടത്തുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ മാറിയിരിക്കുകയാണ്. കരുണാകരന് ശേഷം EK നായനാരും VS അച്യുതാനന്ദനും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയുമായിരുന്നു മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. ഇവരാരും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ VD സതീശനെ കാണാൻ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തടിച്ചുകൂടിയത്. സാധാരണ ഗുരുവായൂർ ക്ഷേത്രം നമുക്കറിയാം എപ്പോഴും തിരക്കുള്ള ക്ഷേത്രമാണ്. നിരവധി ആളുകളാണ് അവിടെ ദിവസവും വന്നു പോകാറുള്ളത്. ചില ദിവസങ്ങളിൽ പല VIP-കളും VIP-കളൊക്കെ തന്നെ അവിടെ വരാറുണ്ട്. അതുപോലെ ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്. ഇന്ന് വളരെ തിരക്കാണ്. ആ ഒരു ദിവസം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി അവിടെ ദർശനം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ആർപ്പു വിളിച്ചും കരഘോഷം മുഴക്കിയും ഭക്തർ പുതിയ മുഖ്യമന്ത്രിയോടുള്ള തങ്ങളുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചു. എപ്പോഴും അവരോടൊക്കെ തന്നെ വളരെ ചിരിച്ച് വളരെ ഒരു പ്രസന്ന ഭാവത്തിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി അവിടെ എത്തിയത്. കണ്ണനെ തൊഴുത് പ്രാർത്ഥിച്ച മുഖ്യമന്ത്രി വെണ്ണ കൊണ്ട് തുലാഭാര വഴിപാടും നടത്തിയാണ് മടങ്ങിയത്. തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെയും പാർട്ടി അണികളെയും ആവേശത്തിൽ അഴുത്തിക്കൊണ്ട് ഗുരുവായൂരിൻ്റെ മനസ്സ് കീഴടക്കിയ VD സതീശൻ സൈബർ ഇടങ്ങളിലെ അണികളുടെ ഭാഷയിൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പൂക്കി മുഖ്യമന്ത്രിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ക്ഷേത്ര നഗരി സാക്ഷ്യം വഹിച്ചത്. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ വിളിക്കുന്നത് ഞങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചില ഭാവങ്ങളും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ ട്രെൻഡ് ആകുന്നുണ്ട്. ഏതായാലും ഇന്ന് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതു വരുന്ന കാഴ്ചയൊക്കെ തന്നെ അവിടെ പകർത്താനായിട്ട് നിരവധി സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള മീഡിയാസ് ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ 6:40 മുഖ്യമന്ത്രി VD സതീശൻ ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കാറിൽ ഇറങ്ങിയത്. ക്ഷേത്ര നഗരിയിലെത്തിയ മുഖ്യമന്ത്രി ആദ്യം പങ്കെടുത്തത് തൻ്റെ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി AP അനിൽകുമാറിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിനായിരുന്നു. താലികെട്ട് കഴിഞ്ഞ ഉടൻ വധൂവരന്മാരെ പൊന്നാടയണിയിച്ച് ആശീർവദിച്ച അദ്ദേഹം അവർക്കൊപ്പം ചിത്രങ്ങളും എടുത്ത ശേഷം 10 മിനിറ്റോളം അവിടെ ചിലവഴിച്ചു. കല്യാണ ഓഡിറ്റോറിയത്തിൽ സതീശൻ എത്തിയതോടെ വിവാഹത്തിനെത്തിയ അതിഥികളും നാട്ടുകാരും അദ്ദേഹത്തിന് ചുറ്റും കൂടുകയും സെൽഫികൾക്കായി തിരക്ക് കൂട്ടുകയും ചെയ്തു. കല്യാണവേദിയിൽ ഒരു സൂപ്പർ ഹീറോ ഇമേജോടെയാണ് മുഖ്യമന്ത്രി തിളങ്ങിയത്. വേണമെങ്കിൽ അവിടെ വധൂവരന്മാരെ വേണമെങ്കിൽ സൈഡാക്കി ഇന്ന് മുഖ്യമന്ത്രി തന്നെയായിരുന്നു താരമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തുടർന്ന് 6:50 മുഖ്യമന്ത്രി ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് നീങ്ങിയത്. കിഴക്കേ ഗോപുര കവാടത്തിലെ ഡോർ മെറ്റൽ ഡിറ്റക്ടറിന് മുമ്പിൽ വെച്ച് നീലവരയുള്ള തൻ്റെ ഷർട്ട് ഊരിമാറ്റി പരമ്പരാഗത ശൈലിയിൽ കസവ് വേഷ്ടി ധരിച്ചാണ് അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചത്. ക്ഷേത്രത്തിൽ ശിവേലി നടക്കുന്ന അതീവ മംഗളകരമായ സമയത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ദർശനം. സോപാനത്തിന് മുന്നിൽ വെച്ച് ഭഗവാന് വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച അദ്ദേഹം ദീർഘനേരം കൈകൂപ്പി പ്രാർത്ഥിച്ചു. മേൽശാന്തിയിൽ നിന്നും ഭക്തർക്കൊപ്പം പ്രസാദവും സ്വീകരിച്ചു. ഭഗവത് ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിനകത്ത് വെച്ച് വെണ്ണയും തീർത്ഥവും കൊണ്ടുള്ള പ്രത്യേക തുലാഭാര വഴിപാടാണ് മുഖ്യമന്ത്രി നടത്തിയത്. VD സതീശന്റെ ശരീരഭാരത്തിന് തൂക്കമായി 71 കിലോഗ്രാം വെണ്ണയാണ് തുലാഭാരത്തിനായി വേണ്ടി വന്നത്. മാസത്തിൽ ഒരിക്കൽ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നത് പതിവാക്കിയ കടുത്ത കൃഷ്ണഭക്തൻ കൂടിയാണ് VD സതീശൻ. 7:35 ക്ഷേത്രത്തിന് പുറത്തു കടന്ന അദ്ദേഹം കിഴക്കേ നടയിലെ ഗണപതി കോവിലിൽ നാളികേരമുടച്ച് പ്രാർത്ഥിച്ചു. ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് പരിസരത്ത് വെച്ച് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേഖൻ, ദേവസ്വം ചെയർമാൻ VK ഗോപിനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിച്ചത്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് മുഖ്യമന്ത്രിയെ പൊന്നാടയണിയിച്ച്
വരവേറ്റു. കെ കരുണാകരന്റെ കാലത്തിന് ശേഷം ഒരു മുഖ്യമന്ത്രിക്ക് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ജനകീയ സ്വീകരണത്തിനാണ് ഞായറാഴ്ച ഗുരുവായൂർ സാക്ഷ്യം വഹിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരെ പോയത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. രാവിലെ 8:30 തൃപ്രയാറിലെത്തിയ മുഖ്യമന്ത്രിയെ ദേവസ്വം കമ്മീഷണർ എം മനോജ് കുമാർ, ക്ഷേത്ര മാനേജർ വി എൻ ഹരിഹര ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകി അതീവ ആദരവോടെ സ്വീകരിച്ചു. കെ കരുണാകരന്റെ വ്യക്തിമുദ്ര പതിഞ്ഞ തൃപ്രയാർ ക്ഷേത്രത്തിലും മുഖ്യമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. തൃപ്രയാറപ്പന്റെ നടയിൽ കദളിക്കുല സമർപ്പിച്ച് പ്രാർത്ഥിച്ച മുഖ്യമന്ത്രി തന്റെയും സർക്കാരിന്റെയും ഐശ്വര്യത്തിനായി വലിയ വഴിപാടുകളാണ് ക്ഷേത്രത്തിൽ നടത്തിയത്. തൃപ്രയാറിലെ പ്രശസ്തമായ മീനൂട്ട് വഴിപാടും അദ്ദേഹം നേരിട്ട് നിർവഹിച്ചു. ഇതിനു പുറമെ ഭഗവാന് 101 വെടി വഴിപാടും വെള്ളിക്കുടത്തിൽ നെയ്യ് സമർപ്പണം തുടങ്ങിയ പ്രധാന വഴിപാടുകളും കഴിച്ച ശേഷമാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്ര നടയിൽ നിന്നും മടങ്ങിയത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ദീർഘായുസ്സിനും ഭരണവിജയത്തിനുമായി അനുയായികൾ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. ചന്ദ്രാപിന്നി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷജിൽ വി ഡി സതീശന്റെ പേരിൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായി ശയനപ്രദക്ഷിണം നടത്തിയത് വഴിപാടുകൾക്കിടയിലെ വേറിട്ട കാഴ്ചയായി. പാർട്ടിയുടെയും സർക്കാരിന്റെയും അമരക്കാരനായി സതീശൻ തിളങ്ങാൻ വേണ്ടിയാണ് താൻ ഈ കഠിന വ്രതം നോറ്റതെന്നും ഷജിൽ പറഞ്ഞു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ലീഡർ കെ കരുണാകരൻ കാത്തു സൂക്ഷിച്ച ക്ഷേത്ര ദർശന പാരമ്പര്യം വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോഴും തുടരുന്നത് അണികളിലും വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കരുണാകരനെ പോലെ തന്നെ ഹൈന്ദവ ആചാരങ്ങളെ വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന വ്യക്തമായ സന്ദേശമാണ് സതീശന്റെ ഈ തുടർച്ചയായ ക്ഷേത്ര ദർശനങ്ങൾ നൽകുന്നത്. തൃശൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയെ 2 ക്ഷേത്രങ്ങളിലും അകമ്പടി സേവിച്ചു. ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കനത്ത സുരക്ഷയാണ് ഗുരുവായൂരിലും തൃപ്രയാറിലും ഒരുക്കിയിരുന്നത്. വഴിപാടുകൾ പൂർത്തിയാക്കി പ്രസാദവും വാങ്ങിയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ തൃശ്ശൂരിൽ നിന്നും അടുത്ത ഔദ്യോഗിക പരിപാടിക്കായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും കാണാം മുഖ്യമന്ത്രി അവിടെ വന്ന് സന്ദർശനം നടത്തുന്നതും അവിടെ ഭക്തർക്കൊപ്പം തന്നെ അദ്ദേഹത്തിനോട് അടുത്തെത്തി ഭക്തർ സംസാരിക്കുന്നതും അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുക്കുന്നതൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയാണ് പുതിയ മുഖ്യമന്ത്രിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പറയുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഒരുവിധം എല്ലാ നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി ബിന്ദു കൃഷ്ണ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് MLA ആയിട്ടുള്ള രമേശ് പിഷാരടിയുണ്ട്. മുൻ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ എത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പവും അവിടെ ചില ആളുകൾ വന്ന് സെൽഫി എടുക്കുന്നതും അദ്ദേഹത്തിനോട് പാർട്ടിയിലെ മറ്റുള്ള പ്രവർത്തകരൊക്കെ തന്നെ സംസാരിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹൈബി ഈഡൻ MP-യും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. മറ്റുള്ള മന്ത്രിമാർ ഇന്ന് അവിടെ എത്താൻ സാധിച്ചിട്ടുള്ള മന്ത്രിമാരൊക്കെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്.